സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുരളിയുടെയും ദേവിയുടെയും ഗൗരിയുടെയും ഭാർഗവിയുടെയും ചോദ്യത്തിന് മുമ്പിൽ അധിക നേരമൊന്നും നമ്മുടെ നന്ദന് പിടിച്ചു നിൽക്കാനാകില്ല. നന്ദൻ്റെ മനസ്സ് വളരെ ലോലമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും മാനസികമായി താളം തെറ്റുന്ന പോലെ മനസ്സിന് വിഭ്രാന്തി ഉണ്ടാകുന്നത്. എന്തായാലും നമ്മുടെ നന്ദനാണെങ്കിൽ മനസ്സിലെ ഭാരം ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സത്യങ്ങൾ തുറന്നു പറയാൻ ഒരുങ്ങുന്ന സമയത്ത് അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രമതിയും പ്രഭാവതിയും ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് ഋഷിയാണെങ്കിൽ കൂട്ടുകാരുമൊത്ത് ക്ഷേത്രത്തിൽ ചെന്ന് പ്രഭാവതിയും ചന്ദ്രമതിയെ അപമാനിച്ചിരുന്നു. അതിൻ്റെ പേരിൽ ചന്ദ്രമതിയാണെങ്കിൽ കൈ വീശി ഒരടി ഋഷിക്ക് കൊടുക്കുകയും ചെയ്തു. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം അതിനെപ്പറ്റി അരുന്ധതി CPയും ഋഷിയോട് ചോദ്യം ചെയ്യുകയും തൽക്കാലം നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറയുകയും ചെയ്തതിന് ശേഷമാണല്ലോ ഋഷിയെ കാണാതായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ ഇനി പ്രഭാവതിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു പങ്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. നിൻ്റെ മകനെ കാണാനില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെയാണ് അറിയിക്കേണ്ടത്, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത്. നിൻ്റെ മകൻ്റെ സ്വഭാവത്തിന് കാണാനില്ലെങ്കിലേ അതിശയമുള്ളെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് അരുന്ധതിയെ വിഷമിപ്പിക്കുന്ന സമയത്ത് നീയോ നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും എൻ്റെ മകനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കാണും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. പറയുന്നത് അരുന്ധതിയാ, മറക്കണ്ട എന്ന് പറഞ്ഞ് അരുന്ധതി കോള് കട്ട് ചെയ്യുമ്പം പ്രഭാവതിക്ക് പല സംശയങ്ങളും തോന്നുന്നു. കുറേ ദിവസമായി നന്ദനാണെങ്കിൽ എന്തെന്നില്ലാത്തൊരു ടെൻഷനും വിഭ്രാന്തിയും കാണിക്കുന്നു. ഇനി ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ നന്ദൻ എന്തെങ്കിലും പങ്ക് കാണുമോ? അതുകൊണ്ടാണോ നന്ദൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ സംശയം തോന്നി പ്രഭാവതിയാണെങ്കിൽ ആ കാര്യം സിദ്ധാർത്ഥനെ വിളിച്ചു പറയുന്നു. അല്പസമയത്തിന് മുമ്പ് അരുന്ധതി എന്നെ വിളിച്ചതേയുള്ളൂ. എന്തിനാണെന്ന് ചോദിക്കുമ്പം ഋഷിയെ കാണാനില്ല, നമ്മളും കാണാമെന്നോ അതിൻ്റെ പിന്നിലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അരുന്ധതിയോട് അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ലെന്ന മട്ടിന് സംസാരിച്ചെങ്കിലും എൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സിദ്ധു, എന്താ തൻ്റെ സംശയം? അല്ല, കുറച്ച് ദിവസമായിട്ട് നന്ദന് എന്തെന്നില്ലാത്ത ഒരു ടെൻഷനും വെപ്രാളമൊക്കെ കാണിക്കുന്നു. അന്ന് തന്നെ ക്ഷേത്രത്തിൽ എന്നെ അപമാനിച്ചതിൻ്റെ പേര് ഋഷിയോട് ചോദ്യം ചെയ്യാൻ പോകാൻ നിന്ന് അവനെ ഞാനാ തണുപ്പിച്ചത്. നമ്മളറിയാതെ ഋഷിയും നന്ദനും തമ്മി കണ്ടുമുട്ടി കാണുമോ? ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ നമ്മുടെ നന്ദുവിന് എന്തെങ്കിലും പങ്ക് കാണുമോ? അതിൻ്റെ പേരിനാണോ അവൻ ഇത്രയും വിഷമവും ടെൻഷനും എന്ന് എൻ്റെ പേടിയെന്നൊക്കെ പ്രഭാവതി പറയുന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നു, താൻ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് സൗകര്യം പോലെ നന്ദനോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാൽ അരുന്ധതിയും CPയും ത്യാഗരാജനും പല വഴിക്ക് അന്വേഷിച്ചെങ്കിലും ഋഷിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാത്ത ആ ഒരു സാഹചര്യത്തിൽ അരുന്ധതിയാണെങ്കിൽ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഋഷിയെ കാണാതായ ആ ഡേറ്റ് മുതൽ ഇത്രയധികം ദിവസമായി യാതൊരു അറിവുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് എന്ന പേരിന് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ നിന്ന് ഓഫീസർ ചോദിക്കുന്നു, നിങ്ങൾക്കോ നിങ്ങളുടെ മകനോ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ സംശയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഒന്ന് അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ മകൻ്റെ ഫോൺ നമ്പറൊക്കെ തരാൻ പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ശത്രുതയുടെ ലിസ്റ്റിൽ പ്രഭാവതിയും കുടുംബത്തെയാണ് അരുന്ധതി പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ പേര് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോലീസ് വരുമ്പോഴത്തേക്കും നന്ദൻ്റെ ആദി 10 മടങ്ങ് കൂടിയെന്ന് തന്നെ പറയാം. എന്തായാലും എല്ലാവരുടെയും ചോദ്യം ചെയ്യുന്നുവെങ്കിലും നന്ദൻ്റെ പെരുമാറ്റത്തിൽ അവർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. വിശദമായ അന്വേഷണത്തിൽ പോലീസിനൊരു കാര്യം മനസ്സിലാകുന്നു. ഋഷിയുടെ ഫോൺ സ്വിച്ച് ഓഫായ അതേ സ്ഥലത്ത് തന്നെ നന്ദൻ്റെ ഫോൺ ടവർ ലൊക്കേഷൻ ഓൺ ആയതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് നന്ദനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസ്. ചോദ്യം ചെയ്യലിൽ പോലീസിന് വലിയ കഷ്ടപ്പാടൊന്നും വേണ്ടി വരുന്നില്ല. 1-2 ചോദിക്കുമ്പോൾ തന്നെ സങ്കടത്തിൽ നന്ദനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അതിൻ്റെ പേരിൽ നന്ദനെ ഋഷിയെ കാണാതായതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു. ഋഷി മരണപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന നന്ദനാണെങ്കിൽ ഋഷിയെ കൊന്നു തന്നെയാണ് കുറ്റസമ്മതം നടത്തുന്നത്. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്ന സിദ്ധാർത്ഥനും പ്രഭാവതിയും ഒരു കാര്യം മനസ്സിലാക്കുന്നു, കെവിൻ്റെ ചതി അത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഉറ്റ സുഹൃത്തായ കെവിൻ നന്ദനെ ഇങ്ങനെ ചതിക്കുമെന്ന് അവർ കരുതിയതേയില്ല. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് എന്തുകൊണ്ട് കെവിൻ ഞങ്ങളെ ആരെയും വിവരം അറിയിച്ചില്ല? ഞങ്ങളെ മുന്നേ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ അപകടത്തിലേക്ക് നന്ദൻ പോകില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം കെവിൻ ആണെങ്കിൽ കൈയൊഴിയുന്നു. അതേസമയം ദേവിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വലിയൊരു വിലങ്ങുതടിയായി നന്ദൻ്റെ ഈ കേസ് സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലും ഇടം പിടിക്കുന്ന അതേസമയം രാധികയും മാധവനും അതുപോലെ തന്നെ ശാരികയ്ക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത മാനസിക പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. അറസ്റ്റിലായ നന്ദനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടും ഋഷിയെ കാണാതായതിൻ്റെ പിന്നിലെ വാസ്തവം കണ്ടുപിടിക്കാനും ഒടുവിൽ നമ്മുടെ പ്രഭാവതി കാട്ടൂരാൻ വക്കീലിൻ്റെ സഹായം തന്നെ തേടുന്ന സമയത്ത് കാട്ടൂരാൻ വക്കീൽ കെവിൻ്റെ കപടമുഖം പുറത്തു കൊണ്ടുവരും. കെവിൻ മുഖേനയാണ് ഋഷിയെ ഒളിവിൽ താമസിപ്പിച്ചതെന്നും മാത്രമല്ല നന്ദനെ മാനസികമായും നിയമപരമായും കുടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കെവിൻ വർഷങ്ങൾക്ക് ശേഷം ബിസിനസ്സിൻ്റെ കാര്യവും പറഞ്ഞ് കൂട്ടുകാരനെയും കൂട്ടുകാരിയും കാണാൻ വന്നെന്നുള്ള സത്യം തെളിയിക്കുമ്പോൾ
നന്ദനും ദേവിയും ഒരുപോലെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ കെവിൻ്റെ ആ ഒരു കപട മുഖം മനസ്സിലാക്കുന്ന നന്ദനും ദേവിയും കെവിന് നന്ദനോടും ദേവിയോടും ശത്രുത തോന്നാനുള്ള കാര്യമറിഞ്ഞ് ഞെട്ടുന്നുണ്ട്. അപ്പം കാത്തിരുന്ന് കാണാം കെവിന് എന്തുകൊണ്ടാണ് നന്ദനെ കൊടുക്കാൻ വേണ്ടി ഋഷിക്ക് കൂട്ടുനിന്നുകൊണ്ട് ഇത്രയധികം ചതി നന്ദനോട് ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നതിന് പിന്നിൽ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അധികം താമസിക്കാതെ അത് മനസ്സിലാക്കാനാകും. കാത്തിരിക്കാം.